കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ സർക്കാരിനെതിരെ വിമർശനം ശക്തമായിരിക്കെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക്. തുടർ ചികിത്സയ്ക്കായി 10 ദിവസത്തേക്കാണ് മുഖ്യമന്ത്രി അമേരിക്കയിൽ എത്തുന്നത്. ചുമതലകൾ കൈമാറാതെയാണ് ദുബായ് വഴി മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്ര. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പോയത്. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ചതിന്റെ വിവാദം കത്തി നിൽക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയി. പുലർച്ചെയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെത്തി മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത്. ദുബായ് വഴിയാണ് ഇത്തവണയും അമേരിക്കൻ യാത്ര. 10 ദിവസത്തെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് യാത്രയായത്. മുൻപ് മുഖ്യമന്ത്രി മിനസോഡയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു. തുടർ ചികിത്സകളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ യാത്രയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ പൊതുജനാരോഗ്യ രംഗത്തെ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിക്കുക കൂടി ചെയ്തതോടെ വിവാദം കത്തിപ്പടർന്നു. തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷം പ്രതിഷേധവും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ വിവാദം കത്തി നിൽക്കെയാണ് മുഖ്യമന്ത്രി ചികിത്സ തേടി US പോയത്. ജനം, തിരുവനന്തപുരം.